ഹാബിറ്റ് നെവർ ഡൈസ് എന്ന് പറഞ്ഞ ഒരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ, വളരെ കറക്റ്റാണ്. ഒരു മനുഷ്യൻ്റെ സ്വഭാവം 90% ഒരിക്കലും മാറില്ല. ഈ അതുല്യ സതീഷിൻ്റെ കേസ് ഷാർജയിലുണ്ടായത് അതാണ്. അതായത് ഒരാൾ ടോക്സിക് ആണെങ്കിൽ ആൾ ഒരിക്കലും മാറില്ല, ആൾ എപ്പോഴും ടോക്സിക് ആയിട്ട് തന്നെ ഇരിക്കും. അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും അതിൽ തന്നെ വീണ് സഹിക്കേണ്ടി വരും. ഈ അതുല്യയുടെ കേസിൽ അങ്ങനെയായി. അതുല്യന് ആദ്യമേ അതിൻ്റെ ഹസ്ബൻഡിൻ്റെ സ്വഭാവം മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൾ കല്യാണം കഴിക്കണ മുമ്പേ ക്യാൻസലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇയാൾ വീണ്ടും പോയി കയ്യും കാലും പിടിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞു ഇനിയും ചെയ്യില്ലാന്ന്. അത് അവൾ വിശ്വസിച്ചു, അവളുടെ വീട്ടുകാരും വിശ്വസിച്ചു, കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് വീണ്ടും അതന്നെ സംഭവം ആൾ ചെയ്തു. അവൾ വീണ്ടും അവനെ വിട്ട് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോൾ അവൻ വീണ്ടും ഇവളെ വീട്ടിൽ വന്ന് വീണ്ടും കയ്യും കാലും പിടിച്ചു. വീണ്ടും അവർ വിശ്വസിച്ചു ഇവൻ്റെ സ്വഭാവം മാറിയിട്ടുണ്ടാവും. എന്നിട്ട് വീണ്ടും ആ വിശ്വാസത്തിൽ പോയി. എന്നിട്ട് എന്തായി, ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ ഒരു മനുഷ്യൻ്റെ സ്വഭാവം ഒരിക്കലും നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെങ്കിൽ അത് അവിടെ തന്നെ ഫസ്റ്റ് പ്രാവശ്യം നിങ്ങൾ അറിയുമ്പോൾ അവിടെ തന്നെ അവസാനിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഒരു മനുഷ്യനും മാറുന്ന ചാൻസസ് വളരെ കുറവായിരിക്കും. അവർ അത് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്തിരിക്കും.